നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. MP ഫണ്ട് വിനിയോഗത്തിൽ ഇടുക്കി MP PT തോമസ് മുന്നിലെത്തി. 103% തുക വിനിയോഗിച്ചാണ് ഒന്നാമതെത്തിയത്. മുതലക്കോടും സെന്റ് ജോർജ് ഫെറോന പള്ളി മഹാശുബിലി ആഘോഷത്തോടനുബന്ധിച്ച് കൃതജ്ഞതാ സമൂഹ ബലി നടന്നു. ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൊടുപുഴ ഉപജില്ല സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. കരികുന്നം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കോട്ടയം അതിരൂപത മെത്രോപൊളിത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ KSRTC ഡിപ്പോ പൂർണ്ണമായും നഗരസഭാ ലോഡ് സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. സർവീസുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. വഴിത്തല ശാന്തിഗിരി കോളേജിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഡോക്ടർ D ബാബുപോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നെയ്യശ്ശേരി വീരപ്പള്ളി തണ്ട് റോഡ് തകർന്നതുമൂലം ജനങ്ങൾ ദുരിതത്തിൽ. അധികൃതർ ശ്രദ്ധിക്കണമെന്ന ആവശ്യം ശക്തമായി. തൊടുപുഴ ഭീമ ജുവലറിയിൽ ഡയമണ്ട്സ് മേള ആരംഭിച്ചു. വിവിധ ഇനം ഡയമണ്ട്സുകളുടെ വൻ ശേഖരം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. MP ഫണ്ട് വിനിയോഗത്തിൽ PT തോമസ് MP മുൻപന്തിയിൽ. 2011-12 സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് സംസ്ഥാന ആസൂത്രണ ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ അവലോകന റിപ്പോർട്ടിലാണ് MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള കണക്കുകളുള്ളത്. MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്തെ MPമാരിൽ PT തോമസും വയലാർ രവിയും മുൻപന്തിയിൽ. KN ബാലഗോപാലും ET മുഹമ്മദ് ബഷീറുമാണ് ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും പിന്നിലുള്ളത്. 2011-12 സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് സംസ്ഥാന ആസൂത്രണ ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ അവലോകന റിപ്പോർട്ടിലാണ് MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ച കണക്കുകളുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിക്കാതെ പോയ ഫണ്ട് കൂട്ടിച്ചേർത്താണ് കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. 103% PT തോമസിന്റെ ഫണ്ട് വിനിയോഗം. വയലാർ രവി 88% തുക വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള MPമാരിൽ ഫണ്ട് വിനിയോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് മുന്നിൽ. ഹിന്ദു ഐക്യവേദി ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ ഏകദിന പഠന ശിബിരം നവംബർ 18 ഞായറാഴ്ച അടിമാലി മറീന ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനീയ സമിതികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തകർക്കുള്ള ഏകദിന പഠന ശിബിരമാണ്. അത് വരുന്ന 18-ാം തീയതി ഞായറാഴ്ച അടിമാലി മെറീന ഓഡിറ്റോറിയത്തിലാണ് നടത്തപ്പെടുക. സ്ഥാനീയ സമിതി ഉപരിവരുന്ന ഏതാണ്ട് 350ഓളം വരുന്ന പ്രവർത്തകരാണ് ആ ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം RSSന്റെ ജില്ലാ ചാർജ് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പണിമുടക്കിനോടനുബന്ധിച്ച് തൊഴിലാളികൾ തൊടുപുഴയിൽ പ്രകടനം നടത്തി. മുതലക്കോടും സെന്റ് ജോർജ് പള്ളി മഹാജൂബിലി സമാപന ആഘോഷത്തിന്റെ ഭാഗമായി കൃതജ്ഞതാ ദിനം ആചരിച്ചു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂബിലി കൃതജ്ഞതാ സമൂഹ ബലി നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും 70 വൈദികരും സഹകാർമ്മികരായിരുന്നു. വെള്ളിയാഴ്ച സമർപ്പിത സംഗമം നടക്കും. വൈകുന്നേരം 4:30 സമൂഹ ബലിയും നടക്കും. അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്ന കുഞ്ഞു മക്കളുണ്ടാകരുത്. ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടവരാണ് നമ്മുടെ ഒരു കുടുംബത്തിൽ. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന 2-3 മക്കൾക്ക് വേണ്ടി ഞാൻ കരുതുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ സമൂഹത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി കരുതണം. ഞാൻ പ്രവാസ കത്തോലിക്കരുടെ പ്രദേശങ്ങളിൽ പോകുമ്പോൾ പറയാറുണ്ട്, ഈ പ്രദേശത്ത് ഒരു സീറോ മലബാറുകാരൻ പോലും അലഞ്ഞു തിരിയാൻ ഇടയാകരുത്. നിങ്ങളുടെ ആരാധന സമൂഹത്തിലേക്ക് നിങ്ങൾ അവനെ ആനയിക്കണം. ഈ പറഞ്ഞതുപോലെ ഈ കൊച്ചു കേരളത്തിൽ ഒരിക്കലും ഒരു
തൊടുപുഴ ഉപജില്ലാ സ്കൂൾ കായികമേള കരിങ്കുന്നം സെന്റ് അഗസ്റ്റസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കോട്ടയം അതിരൂപത മെത്രോപൊളിത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തേത് സ്കൂളിലെ ബാൻഡ് സെറ്റാണ്. തൊട്ടുപുറകിലായി PLPS പെരുമ്പള്ളിച്ചിറ സ്കൂളാണ്. തൊടുപുഴ KSRTC ഡിപ്പോ പൂർണ്ണമായും നഗരസഭാ ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. സർവീസുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. KSRTC ബസ്സുകൾ പുതിയ ഗ്യാരേജിൽ നിന്നും സർവീസ് ആരംഭിച്ചു. രാവിലെ 8 വരെ എല്ലാ KSRTC ബസ്സുകളും ലോറി സ്റ്റാൻഡിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. തുടർന്ന് മൂലമറ്റത്തു നിന്നും മൂവാറ്റുപുഴ റൂട്ടിൽ നിന്നും വരുന്ന ബസ്സുകൾ കോതായിക്കുന്ന് സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ള പേ ആൻഡ് പാർക്കിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. വൈക്കം കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ടൗൺ ഹാളിന്റെ മുന്നിലൂടെ മൂപ്പിൽക്കടവ് പാലം കടന്ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും. തിരിച്ച് മങ്ങാട്ടുകവലിൽ നിന്ന് ബൈപ്പാസ് വഴി മൂപ്പിൽക്കടവ് പാലം കടന്ന് കോതായിക്കുന്ന് ബൈപ്പാസ് വഴി സ്വകാര്യ സ്റ്റാൻഡിലെത്തും. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 40ഓളം ചിത്രകാരന്മാരുടെ ഏകദിന ചിത്രകലാ ക്യാമ്പ് നവംബർ 17 ഇടുക്കി പൈനാവ് പൂർണിമ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 40ഓളം ചിത്രകാരന്മാരുടെ ഏകദിന ചിത്രകലാ ക്യാമ്പ് ഇടുക്കി പൈനാവ് പൂർണിമ ഓഡിറ്റോറിയത്തിൽ നാളെ 9 രാവിലെ 17 9:30 PT തോമസ് MP ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ചിത്രകാരന്മാർ നിരക്കുന്ന നിറങ്ങളുടെ ഉത്സവം ഇതാദ്യമായിരിക്കുമെന്ന് കേരള ലളിതകലാ അക്കാദമി. ഈ ചിത്രകാരന്മാർ ഇടുക്കിയുടെ പ്രകൃതി വർണ്ണങ്ങളാണ് പ്രധാനമായും ചിത്രത്തിൽ പകർത്തുക. ഇവർക്കാവശ്യമായ കടലാസും ചായങ്ങളും അക്കാദമി നൽകുന്നതാണ്. ഇവർ വരച്ചതിൽ ഏറ്റവും മികച്ച ചിത്രം. വഴിത്തലം ശാന്തിഗിരി കോളേജിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടത്തി. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ബേബി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ D ബാബുപോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളതും അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുമായ ഒരു കാരണമാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത്. അത് യൂറോപ്പിലെ നവീക സന്ദർഭങ്ങളെ ഞാൻ സന്തോഷത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്യാറുള്ളത്. അനുഗ്രഹീതനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന ഈ സഭയുടെ വിവേചിച്ചറിയുകയും സമൂഹത്തിൻ്റെ ഭാവികാല സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിന് സമൂഹത്തെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടക്കുന്ന കാർഷിക മേളയ്ക്ക് മുന്നോടിയായുള്ള ഭക്ഷ്യസുരക്ഷാ വിളംബര സന്ദേശയാത്രയ്ക്ക് കരിങ്കുന്നത്ത് സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന യൂണിയൻ ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ പെൻഷൻ ഭവനിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആരംഭിച്ചു. തൊടുപുഴ ബ്ലോക്ക് മെമ്പർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. ട്യൂട്ടർ ശ്രീദേവി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 1 മാസത്തെ സൗജന്യ കോഴ്സാണ് ആരംഭിച്ചത്. 1700 പേർക്ക് യുവാക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു 65-70% ഓരോ സെറ്റിൽമെന്റ് ഓരോ തൊഴിലിലേർപ്പെട്ട് അവർ ഓരോ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിനായിട്ടുള്ള കോഴ്സ് പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, പന്നി വളർത്തൽ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, അങ്ങനെ പല പച്ചക്കറി കൃഷി, ജൈവ കൃഷിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിലെല്ലാത്തിലും തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും സ്വന്തം തൊഴിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ കൃഷിയല്ലാത്ത രീതിയിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന സർക്കാരിന്റെ തീരുമാനം പിൻവലിച്ച് ഗ്രാമവികസന വകുപ്പ് വഴി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമവികസന വകുപ്പ് ജീവനക്കാരുടെ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി. ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഏൽപ്പിച്ച നടപടി പിൻവലിക്കുക. ദാരിദ്ര്യത്തിന് മതമില്ല. ഗ്രാമവികസന വകുപ്പ് വഴി നടപ്പിലാക്കുക. തൊടുപുഴ ചാഴികാട്ട് ആശുപത്രി പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ 6ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിക്കുന്ന ഡെന്റൽ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നവംബർ 16 വൈകിട്ട് 4 മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നല്ല ശതമാനം ആൾക്കാർക്ക് ഒന്നിലധികം രോഗങ്ങളുണ്ട്. പലപ്പോഴും ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ ചികിത്സിക്കേണ്ട രീതിയിലുള്ള രോഗങ്ങളായിരിക്കും. ദന്ത വിഭാഗത്തിൽ എല്ലാ ദന്ത ഡോക്ടർമാരും ക്ലിനിക്കുകളാണ് നടത്തുന്നത്. അപ്പോൾ അവർക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പോട് കൂടി ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അവരുടെ കുഞ്ഞു സെറ്റപ്പിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ദന്ത സേവന മേഖല ഹോസ്പിറ്റലിനൊരു ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നാളെ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. MP ഫണ്ട് വിനിയോഗത്തിൽ ഇടുക്കി MP PT തോമസ് മുന്നിലെത്തി. 103% തുക വിനിയോഗിച്ചാണ് ഒന്നാമതെത്തിയത്. മുതലക്കോടും സെന്റ് ജോർജ് ഫെറോന പള്ളി മഹാശുബിലി ആഘോഷത്തോടനുബന്ധിച്ച് കൃതജ്ഞതാ സമൂഹ ബലി നടന്നു. ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൊടുപുഴ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. കരികുന്നം സെന്റ് അഗസ്റ്റീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കോട്ടയം അതിരൂപത മെത്രോപൊളിത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ KSRTC ഡിപ്പോ പൂർണ്ണമായും നഗരസഭാ ലോഡ് സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. സർവീസുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. വഴിത്തല ശാന്തിഗിരി കോളേജിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഡോക്ടർ D ബാബുപോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നെയ്യശ്ശേരി വീരപ്പള്ളി തണ്ട് റോഡ് തകർന്നതുമൂലം ജനങ്ങൾ ദുരിതത്തിൽ. അധികൃതർ ശ്രദ്ധിക്കണമെന്ന ആവശ്യം ശക്തമായി. തൊടുപുഴ ഭീമ ജുവലറിയിൽ ഡയമണ്ട്സ് മേള ആരംഭിച്ചു. വിവിധ ഇനം ഡയമണ്ട്സുകളുടെ വൻ ശേഖരം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.